വന്ന ഉടനെ തന്നെ കല്യാണം ഉറപ്പിച്ചില്ലേ? ഇത് ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരാള്. അവന്റെ ശബ്ദമല്ലേ? ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ ഞാൻ വന്നു എന്നറിയുമ്പോഴേ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നാലോ? ഏട്ടാ, ഏട്ടൻ അനിയനെ വിളിക്കുന്നത്, ഉപേന്ദ്രൻ. ഏട്ടാ ഒന്ന് വാതിൽ തുറന്നേ. ഏട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഏട്ടാ, ഉപേന്ദ്രനായി വിളിക്കുന്നേ. എനിക്കൊന്ന് ഡോക്ടറെ കാണാൻ പോണം. അതിന് ഏട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. ഏട്ടാ ഒന്ന് വാതിൽ തുറന്നേ. എനിക്കെന്റെ സഹായത്തിന് വിളിച്ചോണ്ട് പോവാൻ ഏട്ടനല്ലാതെ പിന്നെ ആരാ എനിക്കുള്ളത്? ഏട്ടാ, ഞാൻ ഒരു രോഗിയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഏട്ടാ, ഏട്ടാ ഒന്ന് വാതിൽ തുറക്കേട്ടാ. ഏട്ടാ തുറക്കേട്ടാ. ഏട്ടൻ അനിയെ ഉപേന്ദ്രനെ വിളിക്കുന്നേ. ഏട്ടാ, ഏട്ടാ വാതിൽ തുറക്ക്. വാ ഏട്ടാ, വാ. ഇത്രയും വിളി ഞാനും ഈ പിള്ളേം കിടന്ന് വിളിച്ചിട്ട് രാഘവേട്ടൻ കേട്ടില്ല. സ്വന്തം അനിയും വന്ന് വിളിച്ചപ്പോ ആ സെക്കൻഡിൽ കഥക് തുറന്നു അല്ലേ? പിന്നെ അവനെ ഭരത്തിനുണ്ടായി. പിന്നെ ഞാനല്ല, അവന് ആരാ ഉള്ളേ? കേട്ടില്ലേ പിള്ളേ? ഇത്രയും നാളും നെഴില് പോലെ കൂടെ നടന്നത് എല്ലാം വെറുതെയായി അല്ലേ? എന്തായാലും വാതിൽ തുറന്നല്ലോ, അത്രയും ആശ്വാസമായി. ഏട്ടാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. എനിക്ക് ഡോക്ടറെയും കാണാം, ഏട്ടന്റെ ഈ മൂഡ് ഓഫ് ഒന്ന് മാറ്റുകയും ചെയ്യാം. എന്താ? വാ വാ. ഏട്ടത്തി, ഏട്ടനെ ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണേ. എങ്കിൽ ഞാനും വരാം. രാഘവൻ സാറിനൊരു കൂട്ടാവുമല്ലോ. താന്റെ പിന്നെ വന്നു പോരുത്. താ ഒറ്റയാളാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. തന്നെ കുഴപ്പമിരിക്കും കുറച്ച് വന്നിട്ട്. ആ ആരും വരണ്ട, ഞാനും എന്റെ ഏട്ടന് മാത്രം മതി. അല്ല അത് പിന്നെ രാഘവേട്ടൻ എങ്ങനെ തനിച്ചു വിടാൻ പറ്റത്തില്ല. പേടിക്കണ്ട ഏട്ടത്തി, ഞാൻ പോകാൻ നേരത്തെ ഇവിടെ കൊണ്ടാക്കിക്കൊള്ളാം. ആമേ നീനൊന്നും പറയണ്ട, ഞാൻ അനിയൻ്റെ കൂടെ പോവാ. ഇവര് ഞാനല്ല, അവന് ആരാ ഉള്ളേ? ഞാൻ തിരിച്ചു വരുമ്പോഴേ തന്നോടെ കണ്ടുപോരുത്. ഓ സമ്മതിച്ചു. അതെ, അനുജനൊക്കെ ഇപ്പൊ അങ്ങ് പോവും. എന്തെങ്കിലും ഒരു കൈസഹായത്തിന് ഞാനേ കാണൂ. ഓ എനിക്ക് എന്റെ മോനും എന്റെ അനിയനൊക്കെ ഉണ്ട്. തന്റെ സഹായം എനിക്ക് വേണ്ട. ഓടപ്പിള്ളേ, കള്ളപ്പിള്ളേ. ഓ നീ ഓടാ. പോട്ടെ. അല്ല ഉപേന്ദ്രൻ, രാഘവേട്ടൻ എങ്ങനെ? എന്റെ കൂടെ അല്ലേ വരുന്നത് ഏട്ടത്തി, ഒരു കുഴപ്പമില്ലെന്നേ. ഞങ്ങൾ പെട്ടെന്നെങ്കി വരാം, കൂടിയ ഒരു അരമണിക്കൂർ അല്ലേ ഏട്ടാ? പിന്നെ അല്ലാതെ. നീ വണ്ടി എടുക്കടാ സാറേ. മാറിക്കോളൂ ഏട്ടാ. തൊട്ടോട് തന്നെ ഓടപ്പിള്ളേ. പോവാ, സൂക്ഷിച്ചു പോയേ. സൂക്ഷിച്ചേട്ടാ. വാ. ദേട്ടാ സ്റ്റെപ്പാണ്. ഏട്ടാ കയറിക്കോ. അനുജനെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടില്ലയോ? മുറിക്കകത്ത് കിടന്ന് ബേളം ഉണ്ടാക്കിയ ആളെ അല്ല. പോയിട്ട് വേഗം ഇങ്ങ് വന്നാ മതിയായിരുന്നു. എന്തോ കോളുമായിട്ടാണല്ലോ വരവ്. എന്തൊക്കെയോ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. എനിക്കൊരു മുണ്ടും ഷർട്ടും വാങ്ങിച്ചതാ. അയ്യോ ഏട്ടാ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് 1-2 ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നല്ലോ.
ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ ഇതൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്. മുണ്ടും ഷർട്ടും കൊണ്ടോ? എടി പോത്തെ, നിനക്ക് വേണ്ടി കല്യാണത്തിനിടാൻ മേടിച്ചതാ. കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയാ. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്. റാണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ പിന്നെ ഒരു ചുരിദാറും കൂടെ ഉണ്ട്. ആ നോക്കി. പിടിച്ചേ, ഇങ്ങത്താ. ആഹാ, ഇത് കൊള്ളാലോ. നന്നായിട്ടുണ്ട് ഏട്ടാ. എന്റെ സെലക്ഷൻ ഒരിക്കലും മോശമല്ലെന്ന് നിനക്കറിയാലോ. അതും എനിക്ക് വാങ്ങിക്കാതെ ഇതിനു മുമ്പ് ഏട്ടനൊന്നും വാങ്ങിക്കില്ലായിരുന്നല്ലോ. അതിപ്പോ അമ്പലപ്പറമ്പിന്ന് കളിപ്പാട്ടം വാങ്ങിച്ചാലോ? എനിക്ക് ആദ്യം വാങ്ങിച്ചിരുന്ന. നീ നിന്റെ ഒരു ഏട്ടനും. അതെ, ഈ ഏട്ടനെ കുറിച്ച് പറയാനേ ഇവക്ക് നേരമുള്ളൂ. ആ ഏട്ടാ, ഞാൻ പ്രകാശിനെ കണ്ടിരുന്നു. ഒരു ജോലി മധുരയില് നോക്കുന്നുണ്ടെന്നും അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ശരിയായി കഴിഞ്ഞാ ഉടനെ വിവാഹം നടത്താന്നും പറഞ്ഞു. വന്ന ഉടനെ തന്നെ കല്യാണം ഉറപ്പിച്ചില്ലേ? ഇത് ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരാള്. ഞാനായിട്ട് കണ്ടെത്തിയതും അല്ല. അച്ഛനും അമ്മയും കൂടി സ്വഭാവ മഹിമ മനസ്സിലാക്കി കെട്ടിച്ചതാ. എന്നിട്ട് എന്തായി? രണ്ടും രണ്ടു വഴിക്കാ നടക്കുന്നത്. റാണി, വീടിന്റെ ഐശ്വര്യം പറഞ്ഞ് വിളമ്പിയപ്പോ അറിയാതെ സങ്കടം പറഞ്ഞു പോയതാ. നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കാൻ മനസ്സുള്ളവരുടെയും കൂടെയാ നമ്മൾ ജീവിക്കേണ്ടത്. ചന്ദ്ര അക്കാര്യത്തിൽ ഭാഗ്യവതിയാ. പിന്നെ അമ്പിളിമാമനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് സങ്കടപ്പെടുത്താതെ പറയുന്ന ഏട്ടനും. ഇങ്ങനെ ആരും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവള് പറഞ്ഞല്ല ശരിയാ. നമ്മൾ നമ്മുടെ പെണ്ണിനെ ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. പപ്പനെ എന്റെ മോക്ക് വേണ്ടി കണ്ടെത്തിയത് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയ. അവനെ പറഞ്ഞു നേരെയാക്കാൻ പറ്റുന്നവനാണോ? എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്നേ. എന്റെ സ്വഭാവത്തിന് അടി കൊടുക്കേണ്ടായിട്ടാ. അതിന് നമുക്ക് ആളെ വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വേലായുധേട്ടൻ പറഞ്ഞാ മതി. പറഞ്ഞോ പറയിപ്പിച്ചോ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നാക്കിയെടുക്കാന്നേ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഉടനെ ഞങ്ങൾക്കൊരു കല്യാണ സദ്യ ഉണ്ടല്ലോ. എന്തായാലും കല്യാണം ഉണ്ടാവും. സദ്യയുടെ കാര്യമല്ലേ, അത് നമുക്ക് ആലോചിക്കാം. കല്യാണമല്ല പ്രധാനം, അത് കഴിഞ്ഞുള്ള അവരുടെ ജീവിതമാണ് പ്രധാനം.